ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് മുതൽ പുതിയതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡ്രീം ഡയറീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ജോലി നേടാം, അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ ടൂറിസ്റ്റായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് പോകുമ്പോൾ വേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ലീഗൽ സൈഡ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് സിംഗപ്പൂർ എന്ന രാജ്യത്തെപ്പറ്റി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്നേ ഉള്ളൂ. എല്ലാ രാജ്യങ്ങളെപ്പറ്റി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം. ഇത് ഉപകാരപ്രദമാകുന്ന ഒരുപാട് പേരുണ്ടാവും. കാരണം ജോലി അന്വേഷിക്കുന്നവരും അതേപോലെ തന്നെ ജോലി വാഗ്ദാനം ചെയ്യപ്പെട്ട് പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്ന ആൾക്കാരൊക്കെ കുറേ പേരുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് സിംഗപ്പൂർ ആസ് എ മലയാളി എങ്ങനെയാണ് സിംഗപ്പൂർ ഒരു ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ നിന്നും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഏജൻസികൾ പോലും സിംഗപ്പൂർക്ക് വേക്കൻസികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. സിംഗപ്പൂർ വേക്കൻസികൾ സബ്ബായിട്ട് എടുത്ത് ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട്, ഇല്ല എന്നല്ല, ഒരുപാട് ഏജൻസികൾ ചെയ്യുന്നുണ്ട്. എന്നാൽ മറിച്ച് ഡയറക്റ്റായിട്ട് സിംഗപ്പൂർ വേക്കൻസികളായിട്ട് ചെയ്യുന്ന ഏജൻസികളില്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാ രാജ്യങ്ങളിലേക്ക് ആൾക്കാർ ജോലിക്കും കാര്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും 84.2 or 3 ആണ് വിശ്വസിക്കുന്നത് പേഴ്സൻറ്റേജ് ആൾക്കാരും ജോലിക്കായിട്ട് പോകുന്നത് കേരളത്തിൽ നിന്നും ഗൾഫ് കൺട്രീസിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് ഏജൻസികൾ ആണ് നമ്മുടെ കേരളത്തിൽ കൂടുതലുള്ളത്. അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലേക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ മലയാളികൾ ഗൾഫ് തേടി പോകുന്നത് പോലെയാണ് തമിഴ്നാട്ടുകാർ സിംഗപ്പൂർ പോകുന്നത്. അവർ കൂടുതലും എല്ലാവരും സിംഗപ്പൂരിനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിംഗപ്പൂർ വേക്കൻസികളെല്ലാം വരുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏജൻസികൾ നിലനിൽക്കുന്നതും തമിഴ്നാട്ടിലാണ്. ഒരുപാട് ഏജൻസികളുണ്ട്, ഹൈദരാബാദും ഇതിൽ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും പ്രൊപ്പോർഷനേറ്റ്ലി തമിഴ്നാടാണ് മുൻപിലുള്ളത്. ഇനി എങ്ങനെയാണ് വേക്കൻസികൾ വരുന്നത് എന്ന് വെച്ചാൽ, സിംഗപ്പൂർ നിയമപ്രകാരം, സിംഗപ്പൂർ ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഓരോ രാജ്യത്തിനും അവിടേക്ക് കോട്ടകളുണ്ട്. ഒരു കമ്പനി, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഇത്രയും പെർസെൻറ്റേജ് ആളുകൾ ഇന്ത്യൻസ് ഉണ്ടാവണം, ഇത്രയും പെർസെൻറ്റേജ് ആളുകൾ ഇന്തോനേഷ്യൻ ഉണ്ടാവണം, അതേപോലെ എല്ലാം. അല്ലാതെ കൺസ്ട്രക്ഷൻ വർക്ക് അങ്ങനെയുള്ള ജോലികളെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വേക്കൻസി വരുന്നതെന്ന് വെച്ചാൽ, സിംഗപ്പൂർ ഒരു കമ്പനിക്ക് ആളിനെ ആവശ്യമുണ്ട്, അവർക്ക് കോട്ട ബാലൻസ് ഉണ്ട് എങ്കിൽ അവരത് സിംഗപ്പൂർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സിംഗപ്പൂർ ഏജൻസിയെ, ജോബ് കൺസൾട്ടൻസിയെ അവരറിയിക്കുകയും ആ കൺസൾട്ടൻസി ഇന്ത്യയിലുള്ള ഒരു ഏജൻസിയെ, ഒരു ജോബ് കൺസൾട്ടൻസിയെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ ആ ഇന്ത്യയിലുള്ള ഏജൻസി റിക്രൂട്ട്മെൻറ്റ് നടത്തി ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കേട്ടറിഞ്ഞതും വിശ്വസിച്ചതും പ്രകാരം സിംഗപ്പൂർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവിടുത്തെ വേക്കൻസി കണ്ട് നമ്മുടെ ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോകാൻ സാധിക്കും, അങ്ങനെ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ഈ ഏജൻസി മുഖേന അപ്ലൈ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് തന്നെ പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ്
വേക്കൻസികളുടെ കാര്യങ്ങൾ. പിന്നെ ഉള്ളത് ഈ വേക്കൻസികൾ ഇന്ത്യയിൽ വന്ന് നമ്മൾ സിംഗപ്പൂർക്ക് സർവീസ് ചാർജ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 3 ലക്ഷം രൂപ വരെയാണ് ഏതൊരു ജോലിക്കും സർവീസ് ചാർജ് വരുന്നത്. അത് ഡിപ്പെൻസ് അപ്പോൺ ഏജൻസികളാണ്. ഏജൻസികൾ സബ് എടുത്ത് ചെയ്യുന്നതിനനുസരിച്ച് വേരിയേഷൻസ് വരും. ഒരു ഏജൻസി തമിഴ്നാട്ടിലുള്ള ഒരു ഏജൻസി ചെയ്യുന്നത് 3 ലക്ഷത്തിനാണ് എങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇത് സബ് എടുത്ത് ചെയ്യുന്ന വേറൊരു ഏജൻസി ഉണ്ടാകും, ഒരു 10,000 രൂപ കൂടുതലായിരിക്കും വാങ്ങുക. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സിംഗപ്പൂരിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുഖേന മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടുമെന്ന് വിചാരിച്ച് നമുക്ക് അവർ ഫ്രണ്ട്സ് മുഖേന റിലേറ്റീവ്സ് മുഖേന എല്ലാം അപ്ലൈ ചെയ്ത് ഏജൻസികൾ വഴി പോകാൻ സാധിക്കും. എന്നാലും ഡയറക്റ്റായിട്ട് ഇങ്ങനെ വേക്കൻസികൾ വരുന്നുണ്ട്, എൻ്റെ കയ്യിൽ ക്യാഷ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ജോലിക്കുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അപകടങ്ങളിലും കാര്യങ്ങളിലും പോയി പെടാതിരിക്കുക. അപ്പോൾ ബാക്കി വീഡിയോസ്, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.